വലിയൊരു കർത്തവ്യമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. കോഴിക്കോട് നോർത്ത് നിയോജക മണ്ഡലം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം എ ക്ലാസ് മണ്ഡലമാണ്. കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വളരെയേറെ മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുള്ളൊരു മണ്ഡലം കൂടിയാണ്. 7 കൗൺസിലർമാർ ഈ മണ്ഡലത്തിന് സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളുടെ പിന്തുണ തീർച്ചയായിട്ടും ഇന്ന് ബി.ജെ.പിക്ക് അനുകൂലമാണ് എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഇന്നത്തെ ഇലക്ഷൻ കടന്നു പോകുന്നത്. ഇവിടെ ബി.ജെ.പി തന്നിരിക്കുന്ന ഒരു കർത്തവ്യം എന്ന് പറയുമ്പോൾ സ്ത്രീകളെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുമ്പോഴും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും ആ ശാക്തീകരണം എങ്ങനെ സാധ്യമാകുന്നു എന്നുള്ളത് ഗ്രൗണ്ട് ലെവലിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ബി.ജെ.പി ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. 7 കൗൺസിലേഴ്സിനെ ലഭിച്ചു എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ പിന്തുണ, ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. മുൻപ് LDFിൻ്റെ കുത്തകകളായിരുന്ന പല വാർഡുകളും ഇന്ന് ബി.ജെ.പി കരസ്ഥമാക്കി കഴിഞ്ഞു. അപ്പോൾ ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം സാധിക്കുന്നതും ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ അവിടെ ബി.ജെ.പിയുടെ മേയറും ഡെപ്യൂട്ടി മേയറേയും വാർത്തെടുക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചു. അപ്പോൾ ബി.ജെ.പി അധികാരത്തിൽ എത്തും എന്നുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ മറ്റെപ്പോഴും നമ്മൾ ഇരു മുന്നണികളെക്കുറിച്ചാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൂന്നാമതൊരു മുന്നണി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ജനങ്ങൾ തയ്യാറാണ്. കാരണം വികസനം മാത്രമാണ് ഞങ്ങൾ മുൻപോട്ട് വെച്ചുകൊണ്ട് പോകുന്നത്. ആ വികസനത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ നാടിൻ്റെ വികസനം യാഥാർത്ഥ്യമാക്കുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ തീർച്ചയായിട്ടും ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്കുണ്ടാവും. ജമായത്തെ ഇസ്ലാമി, PDP പോലെയുള്ള വർഗീയ സംഘടനകളുടെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് LDFും UDFും അവർ പരസ്പരം കലഹിക്കുന്നുണ്ടെങ്കിലും ആത്യന്തികമായി നമുക്കറിയാം ഒരേ കോസിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളത്. അത് മറ്റു പല ഭാഗങ്ങളിലും ബി.ജെ.പിക്ക് ഒരു ജയസാധ്യത വരുമ്പോൾ ബി.ജെ.പിയെ തോൽപ്പിക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് കൂട്ടരും LDFും UDFും ഒത്തുചേർന്നുകൊണ്ട് ഉള്ള ഇലക്ഷൻ പ്രവർത്തനം മറ്റു പല വാർഡുകളിലും കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ബി.ജെ.പി അന്ന് മുൻപോട്ട് വെച്ചിട്ടുള്ളതും ഇന്ന് മുൻപോട്ട് വയ്ക്കുന്നതും ഇനി തുടർന്ന് ബി.ജെ.പിയുടെ അജണ്ട എന്ന് പറയുന്നത് വികസനം മാത്രമാണ്.